ഹലോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ് കേട്ടോ. വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ്. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു കസ്റ്റമൈസേഷനാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ഡ്രോപ്പ് കുന്തനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പല കളറിലാണ് നമുക്ക് എടുക്കാം. പിന്നെ സ്റ്റോണും എടുത്തിട്ടുണ്ട്. പിന്നെ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തു. ഈ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിന് പകരം നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വാക്സ് സ്ട്രിപ്പിലും ചെയ്തിട്ടുണ്ടായിരുന്നു, OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലും ചെയ്തു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കുന്തൻ സ്റ്റോൺസ് ഒന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ വെക്കുമ്പോൾ വേണ്ട, ഞാൻ വെക്കുന്ന മുറി ഇങ്ങനെ ഷേപ്പോ അങ്ങനെയൊന്നും കാണത്തില്ല. നമ്മൾ വെക്കുന്ന സമയത്ത് അലങ്കോലമായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് എത്ര ഇത് ബീഡ്സ് സ്റ്റോൺ വേണം, കുന്തൻ സ്റ്റോൺ വേണോ എന്നുള്ളത് അത്രയും വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സർക്കിൾ ഷേപ്പിൽ കറക്റ്റായിട്ട് അതിനെ അറേഞ്ച് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനത് അതുപോലെ തന്നെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടല്ല വരുന്നത്. അതിനുശേഷം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കുന്നതാണ്. കണ്ടില്ലേ? അതിനുശേഷം ആ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോൺ അങ്ങ് വെച്ച് കൊടുക്കുക. സ്റ്റോൺ നമുക്ക് പല സൈസിലുണ്ട്. സൈസ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. കളറും ഉണ്ട് കേട്ടോ. ഇതിന് പല കളറും അവൈലബിൾ ആണ്. നോക്കി, ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഹെയർ ബാൻഡിൽ വെച്ച് പേസ്റ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെയർ ബാൻഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ 2 എഡ്ജും ഒന്ന് കവർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മെറ്റാലിക് ഹെയർ ബാൻഡ് എഡ്ജ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കവർ ചെയ്യാം. അവസാനം കവർ ചെയ്താലും മതി. ഞാൻ പിന്നെ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം അങ്ങ് ചെയ്തിട്ട് ചെയ്തതന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇനി വളരെ സിമ്പിളാണ്. പിന്നെ ഇതിന് ഒരു എളുപ്പമെന്ന് പറയുന്നത്, നമ്മൾ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് ഞാൻ പറഞ്ഞത്. അതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും അതൊന്ന് പേസ്റ്റായി വരാൻ. ഒരു 2-3 സെക്കൻഡ് എടുക്കും. അത് നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ച് അടുത്ത സൈഡ് ചിലപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ആണെങ്കിൽ 1-2 വെച്ച് 1 സെക്കൻഡിനുള്ള അതിൻ്റെ പേസ്റ്റ് ആയിരിക്കും. കാരണം അതൊരു തുണി പോലെ ആയിരിക്കുന്നേ. അതുകൊണ്ടായിട്ടോ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനെല്ലാം OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ 2 കൂടെ വെച്ചിട്ടാണ് ചെയ്തത്. കാരണം പെട്ടെന്ന് ഒട്ടി വരാനായിട്ട് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇതാണ് എളുപ്പം, വാക്സ് സ്ട്രിപ്പാണ് എളുപ്പം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ആയാലും ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് എല്ലാം വെക്കുന്ന ഒരേ സൈഡെല്ലാം ഒരേ ലെവലാണോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, കണ്ടില്ലേ? ഇതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. ഇത് പല രീതിയിലും പല കളറിലും പല ഷേപ്പിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പല കളറുണ്ട്. ഡ്രോപ്പ് കുന്തൻ ഒത്തിരി ഉണ്ട്, മാറ്റ് കുന്തനിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, അത്രയ്ക്ക് സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ നമുക്ക് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത്, നമുക്കൊരു 10 ഗ്രാമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ 10-20 ഗ്രാം വാങ്ങിച്ച് നമുക്കിതൊക്കെ സെല്ല് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ വളരെ റേറ്റാണ്. നമ്മൾ ചെയ്യാൻ എക്സ്പെൻസ് കുറവായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് പോവുക. ഞാൻ പറഞ്ഞത്, നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ആകുമ്പോൾ, അതായത് OSP ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആകുമ്പോൾ ആ അപ്പുറത്തെ സൈഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരേ സമയത്ത് ഒട്ടിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് സമയം എടുക്കും, 1-2 മിനിറ്റ്. അപ്പോൾ ഞാൻ 2 കൂടെ മിക്സ് ചെയ്ത് പക്ഷേ ഞാൻ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താണ് ചെയ്തതെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ വാക്സ് സ്ട്രിപ്പോ നമുക്ക് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റോ മതി, ഒന്ന് ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, നല്ല ഫിനിഷിങ് കിട്ടും നമുക്ക്. പിന്നെ അതെന്തൊക്കെ സംഭവിച്ചാലും അത് ഇളകി വരത്തില്ല. നമ്മൾ പ്രത്യേകിച്ച് കസ്റ്റമൈസേഷനൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അത് അങ്ങനെ വരുമ്പോഴേ നമുക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടുകയുള്ളൂ. നമ്മളുടെ ഒരു വിജയം അതായിരിക്കും. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തേക്ക് ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലാസ്റ്റത്തെ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് ഇളകത്തില്ല. സപ്പോസ് മേളിൽ നമ്മൾ ഇളകി വന്നാൽ അടിയിൽ ഇതുള്ളത് കൊണ്ട് നല്ലതായിട്ടിരിക്കും. നമ്മൾ നോർമലി അങ്ങനെ ഇളകത്തില്ല, എന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിലൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. നോക്കി, വളരെ സിമ്പിളാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമുക്ക് സെൻറ്റർ ക്ലിപ്പൊക്കെ ചെയ്തെടുക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.